അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മനുഷ്യ സമൂഹത്തിൽ ബഹുദൈവാരാധന എപ്രകാരം സ്ഥാപിക്കപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂക്തം സൂറത്തുൻ നൂഹിലെ 23-ാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസറ. അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അത് വദ്ദിനെയാണെങ്കിലും സുവാഴിനെയാണെങ്കിലും യഗൂസിനെയാണെങ്കിലും യഊഖിനെയാണെങ്കിലും നസറിനെയാണെങ്കിലും അത് നമ്മളുടെ ആരാധ്യ പുരുഷന്മാരാണ്. അവരെ ഉപേക്ഷിക്കരുത് എന്നാണ് ആ സമൂഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് മുമ്പുള്ള ഒരു ജനതയിൽ ഉണ്ടായിരുന്ന സച്ചരിതരായ സദ്വൃത്തരായ കുറേ ആളുകളാണ് ഈ പറയപ്പെട്ട ആളുകളെല്ലാം. അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അവരിലുള്ള നല്ല ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയും അവരെ കാണുമ്പോൾ ഓർക്കാനൊക്കെ വേണ്ടി അവരിലെ വിദഗ്ധരായ ശില്പികൾ അവരുടെ പ്രതിരൂപങ്ങൾ ഉണ്ടാക്കി അവർ വിഹരിച്ചിരുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയുണ്ടായി. കാലാന്തരത്തിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന് പറയുവാൻ പ്രാപ്തരായിരുന്ന പണ്ഡിതന്മാരുടെയൊക്കെ മരണശേഷം സാധാരണ ജനങ്ങൾ അവരിലെ ആവശ്യങ്ങളും പ്രയാസങ്ങളും വിഷമതകളും സമർപ്പിക്കുവാൻ വേണ്ടി ഈ തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആ പ്രതിരൂപങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. പിശാചിൻ്റെ ദുർബോധനം അവിടെ വിജയിക്കുകയും സമൂഹം ബഹുദൈവാരാധനയിൽ എത്തപ്പെടുകയുമാണ് ചെയ്യുകയുണ്ടായത്. ഈ വിശ്വാസം നിലനിർത്തിയിരുന്ന സമൂഹത്തെയായിരുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സമുദ്രിക്കേണ്ടി വരികയുണ്ടായിരുന്നത്. ഒരുപാട് അദ്ദേഹം ശ്രമിച്ചു. സാധ്യമായ പ്രയത്നങ്ങളൊക്കെ അദ്ദേഹം നടത്തിയെങ്കിലും 950 വർഷ കാലഘട്ടത്തിൽ ആ പ്രയത്നങ്ങൾക്കനുസൃതമായ വിജയം വരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിനും വിജയം വരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ബഹുദൈവ വിശ്വാസം കടന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. നമ്മൾക്ക് നല്ല നല്ല ഓർമ്മകൾ നിലനിർത്തുന്നതിനൊന്നും വിരോധമില്ല. പക്ഷേ ആരാധനാ സാഹചര്യങ്ങളും നമ്മുടെ ആവലാദികളുടെ സമർപ്പണങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരു ശക്തിയുടെ മുമ്പിലും സമർപ്പിക്കുവാൻ നമുക്ക് പാടുള്ളതല്ല. സംശുദ്ധമായ ഏകദൈവ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സച്ചരിതരായി ജീവിക്കുവാൻ അള്ളാഹു നാം ഏവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.